നിമിഷപ്രിയയും യമനും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നടപ്പിലാക്കുന്നതിനായി ജൂലൈ 16 തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ശിക്ഷാവിധി നടപ്പിലാക്കുന്ന രീതി ചർച്ച ചെയ്യപ്പെടുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യം എന്ന കുപ്രസിദ്ധിക്കുടമയാണ് യമൻ. വധശിക്ഷ ഇവിടെ നിയമപരവുമാണ്. പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ വധശിക്ഷ നടപ്പാക്കാറുണ്ട്. കൊടും ക്രൂരമായ കല്ലെറിഞ്ഞു കൊല്ലൽ പോലുള്ള വധശിക്ഷ നടപ്പാക്കാനും യമനിൽ നിയമം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അത്തരമൊരു ശിക്ഷ അടുത്ത കാലത്തേക്കും നടത്തിയതായി റിപ്പോർട്ടുകളില്ല. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ തലവെട്ടിയും ശിക്ഷ നടപ്പാക്കാറുണ്ടെന്ന് നാം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ യമനിൽ നിലനിൽക്കുന്ന വധശിക്ഷാ രീതി വെടിവെച്ചു കൊല്ലുകയാണ്. ഇതിനായി പ്രത്യേക സ്ഥലങ്ങൾ തന്നെയുണ്ട്. അവിടെ വെച്ച് മാത്രമേ ശിക്ഷ നടപ്പാക്കൂ. അപൂർവമായാണ് പൊതുസ്ഥലത്ത് വെച്ച് ശിക്ഷ നടപ്പാക്കുന്നത്. വധശിക്ഷ നടപ്പാക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ മൂടിക്കെട്ടി പ്രതിയെ എത്തിക്കും. അവിടെ തറയിൽ ഒരു പുതപ്പോ കാർപ്പറ്റോ വിരിച്ചിട്ടുണ്ടാവും. പ്രതിയുടെ കൈവിലങ്ങുകൾ അഴിച്ചു മാറ്റിയ ശേഷം മുഖം കീഴേക്കാക്കി കമിഴ്ന്നു കിടക്കാൻ ആവശ്യപ്പെടും. ആ നിർദ്ദേശം പ്രതി അനുസരിച്ച് അല്പം കഴിയുന്നതോടെ ആരാച്ചാർ ശിക്ഷ നടപ്പാക്കും. പ്രതിയുടെ മുതുകിൽ ഹൃദയത്തിന്റെ ഭാഗത്തേക്കാണ് വെടിയുണ്ട പായിക്കുക. ഓട്ടോമാറ്റിക് റൈഫിൾ കൊണ്ട് ഒന്നിലധികം തവണ വെടിവെക്കും. വെടിയുണ്ടകളേറ്റ് ഹൃദയവും സുഷുമ്നയും ശ്വാസകോശവും തകരും. ലവലേശം വേദന പോലും അറിയാതെ പ്രതി ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും. പ്രതിയുടെ ഹൃദയം ഏതു ഭാഗത്താണെന്ന് ആരാച്ചാർക്ക് ഡോക്ടർ കൃത്യമായി കാണിച്ചു കൊടുത്തിരിക്കും. അണുവിട തെറ്റാതെ അവിടെ തന്നെയായിരിക്കും ആരാച്ചാർ വെടിവെക്കുക. മരണം ഉറപ്പാക്കിയ ശേഷം ശരീരം സംസ്കാരത്തിനായി വിട്ടു നൽകും. കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടവാറടി നൽകുന്ന പതിവുമുണ്ട്. കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് യമനിൽ സാധാരണ വധശിക്ഷ നടപ്പാക്കുന്നത്. ഇതിനൊപ്പം വ്യഭിചാരം, മതനിന്ദ, മയക്കുമരുന്ന് കടത്തൽ, കൊള്ള, മരണത്തിലേക്ക് നയിക്കുന്ന സ്വത്ത് നശിപ്പിക്കൽ, രാജ്യദ്രോഹം, കള്ളസാക്ഷി പറയുക എന്നിവയ്ക്കും വധശിക്ഷ നൽകാറുണ്ട്. രാജ്യദ്രോഹം, മതനിന്ദ, മയക്കുമരുന്ന് കടത്ത്, ചാരവൃത്തി എന്നിവ കൊടും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉള്ളതാണ്. അത്തരം കേസുകളിൽ പിടിയിലാകുന്നവർക്കാണ് വധശിക്ഷയ്ക്ക് മുൻപ് ചാട്ടവാറടി നൽകുന്നത്. ഇത് പരസ്യമായിട്ടായിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത്. ശിക്ഷയുടെ കാഠിന്യം കണ്ടറിഞ്ഞ് മറ്റുള്ളവർ അത്തരം തെറ്റ് ആവർത്തിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നാളുകൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ശിക്ഷ നടപ്പാക്കുന്നത്. ഈ സമയം അപ്പീൽ കൊടുക്കാനും കൊലപാതകമാണെങ്കിൽ ബ്ലഡ് മണി നൽകി കേസ് ഒത്തുതീർപ്പാക്കാനും അവസരമുണ്ടാകും. യമൻ ഭരണാധികാരി ദയാ ഹർജി തള്ളിയാൽ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി കുറിക്കും. ഇതാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീയതി കുറിച്ചു കഴിഞ്ഞു. ഇനി കേന്ദ്രത്തിന്റെ ഒരു ഇടപെടലിനുള്ള സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള നീക്കങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ജോലി ആവശ്യാർത്ഥം ചേക്കേറിയ 10,000-കണക്കിന് മലയാളി നഴ്സുമാരിൽ ഒരാളായിരുന്നു നിമിഷപ്രിയ. പാലക്കാട് കൊല്ലങ്കോടുകാരി. ഭർത്താവ് ടോമി തോമസിനും മക്കൾക്കുമൊപ്പം യമനിൽ കഴിയുകയായിരുന്നു. എന്നാൽ ടോമി മകളെയും കൂട്ടി 2014 നാട്ടിലേക്ക് മടങ്ങുന്നു. നിമിഷപ്രിയ അവിടെ തുടർന്നു. യമൻ പൗരനായ തലാൽ അബ്ദു മെഹ്ദിയുമായി ചേർന്ന് ഒരു ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്തു. 2017 തലാൽ അബ്ദു മെഹ്ദിയെ നിമിഷപ്രിയ സുഹൃത്ത് ഹനാനൊപ്പം ചേർന്ന് അനസ്തീഷ്യ നൽകിയ ശേഷം കൊലപ്പെടുത്തിയെന്നാണ് കേസ്. തുടർന്ന് മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയായിരുന്നു. ദുർഗന്ധം വമിച്ചതോടെ സമീപങ്ങളിൽ ഉള്ളവർ പോലീസിനെ വിവരം അറിയിച്ചു. ഇതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത്. ഇതിനിടെ നിമിഷപ്രിയ 200 കിലോമീറ്റർ അകലെ മറ്റൊരു ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. തലാലിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് മാധ്യമങ്ങളിലൂടെ നിമിഷപ്രിയയുടെ ഫോട്ടോ പുറത്തുവിട്ടിരുന്നു. ഇതോടെ ആശുപത്രി അധികൃതർ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെ 2017 ഓഗസ്റ്റിൽ നിമിഷപ്രിയയും സുഹൃത്ത് ഹനാനും അറസ്റ്റിലായി. തുടർന്ന് വിചാരണ നടത്തി നിമിഷപ്രിയ വധശിക്ഷയ്ക്കും ഹനാനെ ജീവപര്യന്തത്തിനും വിധിക്കുകയായിരുന്നു. എന്നാൽ നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണ് എന്ന തരത്തിൽ രേഖകളുണ്ട്. എന്നാൽ ഇത് ക്ലിനിക്കൽ ലൈസൻസ് എടുക്കാൻ ഉണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണ് എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. ഭാര്യയും കുഞ്ഞുമുള്ള ആളാണ് തലാലെന്നും ഇയാൾ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ ഇയാൾ ലഹരിമരുന്നിന് അടിമയുമായിരുന്നു. അയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കാറുണ്ടായിരുന്നതായും നിമിഷപ്രിയ കോടതിയിൽ വാദിച്ചിരുന്നു. നേരത്തെ ഇയാൾക്കെതിരെ നൽകിയ പരാതിയിൽ തലാൽ ജയിലിലായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഇയാൾ കൂടുതൽ അപകടകാരിയായി. അങ്ങനെ ഒരു ദിവസം അനസ്തീഷ്യ നൽകി മയക്കുകയായിരുന്നു. പക്ഷേ ഉണരുന്നില്ലെന്ന് കണ്ടതോടെ സഹപ്രവർത്തകയായ ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം മുറിച്ച് ടാങ്കിൽ നിക്ഷേപിച്ചു എന്നാണ് നിമിഷ കോടതിയിൽ പറഞ്ഞത്. വധശിക്ഷയ്ക്കെതിരായ നിമിഷപ്രിയയുടെ അപ്പീൽ യമൻ സുപ്രീം കോടതി നിരസിച്ചു. ഇതോടെ യമൻ പ്രസിഡന്റിന് ദയാ ഹർജി നൽകിയെങ്കിലും അതും അംഗീകരിക്കപ്പെട്ടില്ല. ഇതോടെയാണ് ചോരപ്പണം നൽകിയുള്ള ഒത്തുതീർപ്പിന് ശ്രമം നടന്നത്. പക്ഷേ അതും ഫലവത്തായില്ല. അതേസമയം ദില്ലി ഹൈക്കോടതിയുടെ അനുമതിയോടെ അമ്മ പ്രേമകുമാരി യമനിൽ പോയി നിമിഷപ്രിയയെ കാണുകയും ചെയ്തിരുന്നു. എന്തായാലും ജൂലൈ 16 നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നടപ്പിലാക്കുകയാണ് യമൻ. ന്യൂസ് ഡെസ്ക് കർമാൻസ്.